സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച് ഫെഫ്ക. എല്ലാ യൂണിയൻ സെക്രട്ടറിമാർക്കും ഫെഫ്ക കത്തയച്ചു. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ശരിയാണ്. അശ്വിൻ, സിനിമയുടെ എല്ലാ മേഖലകളിലും ചർച്ചയാവുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഫെഫ്കയുടെ ഇതുമായി ബന്ധപ്പെട്ട നീക്കം എന്താണ്? ഏത് രീതിയിലാണ് ഫെഫ്ക ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനിടെയാണ് ഇന്ന് ഫെഫ്കയിലെ 21 യൂണിയനുകൾക്ക് ഫെഫ്ക സെക്രട്ടറി ഒരു കത്തയച്ചിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയടക്കം നടത്തുന്നതിന് വേണ്ടി ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1, 2 തീയതികളിൽ കൊച്ചിയിൽ വെച്ച് ഈ ഫെഫ്കയുടെ യോഗം ചേരുന്നു. അതിൽ 21 യൂണിയനുകളുടെയും അംഗങ്ങൾക്കും സെക്രട്ടറിമാർക്കും ക്ഷണമുണ്ട്. ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. നടിമാരടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ അത് വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് എന്ന യൂണിയൻ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ സമഗ്രമായ ഒരു ചർച്ച വേണം. ആ ചർച്ചയ്ക്കൊടുവിൽ ഒരു റിപ്പോർട്ട് ഫെഫ്ക തയ്യാറാക്കും. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് നിലവിൽ ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അത് വളരെ ഗൗരവമായി തന്നെ ഫെഫ്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. ഡയറക്ടേഴ്സ് യൂണിയൻ അടക്കമുള്ള ആളുകളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ഇതുമായി ശേഖരിക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിലേക്ക് നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് കൈമാറാനാണ് നിലവിൽ ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് വിവരം നൽകിയത് അശ്വിൻ പാലാഴിയാണ്.